കൊണ്ട് ഒരു മനുഷ്യൻ പ്രശസ്തി ആഗ്രഹിക്കാൻ പാടുള്ളതല്ല. ഇതെല്ലാവർക്കും അങ്ങനെയാണ്. ഇപ്പൊ വാട്സപ്പിലൊക്കെയാണ് ഇപ്പൊ സ്റ്റാറ്റസ് വീഡിയോ അല്ലെ, സ്റ്റാറ്റസ് ആരൊക്കെ നോക്കി, അതൊരു അസുഖമാണ്. ഇതൊരു അസുഖമാണ്. ഇത് ഫെയിമിന്റെ അസുഖം എന്ന് പറയാം. ഫേമസ് ആവാനുള്ള അസുഖം. ഞാൻ അറിയപ്പെടണം, എന്റേതെല്ലാവരും കാണണം, എന്റേതെല്ലാവരും കേൾക്കണം. ഇതൊരു വലിയ അസുഖമാണ്. അള്ളാഹു ശിഫ കൊടുക്കട്ടെ. പെണ്ണുങ്ങൾക്കൊക്കെ ഉറക്കം വരില്ല. റബ്ബേ, ഞാൻ ഇക്കണക്കിന് ഒരു സ്റ്റാറ്റസ് ഇട്ട് എന്റെ സ്റ്റാറ്റസോട് നോക്കിയില്ലല്ലോ, അപ്പോൾ എന്റെ ശത്രു എന്നെ ഉറപ്പിച്ചു. ഇതൊരു അസുഖമാണ്. ഓരോരുത്തരും അവനവന്റേത് ആളുകൾ ഇഷ്ടപ്പെടണം. എന്റെ അഭിപ്രായം ആളുകൾ സ്വീകരിക്കണം, എന്റെ അഭിപ്രായം ആളുകൾ അംഗീകരിക്കണം എന്ന് ഒരു മനുഷ്യന് തോന്നിത്തുടങ്ങിയാൽ ഫബത്തുൽ അർളി ഖൈറും മിൻ ദുഹരിഹാ, ഭൂമിന്റെ മുകളിൽ നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഭൂമിന്റെ ഉള്ളിലേക്ക് പോയി മരിച്ചിടക്കലാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ചെയ്യുന്നത് ശരീഅത്തിന് സമമായിരിക്കണം, ശരീഅത്തിന് അനുചിതമായിരിക്കണം. അല്ലാഹുവും റസൂലും ഇഷ്ടപ്പെടാത്തത് ചെയ്യരുത്. അല്ലാഹു റസൂലും ഇഷ്ടപ്പെടുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യാം. അത് ആര് പുകഴ്ത്തിയാലും കുഴപ്പമില്ല, ഇകഴ്ത്തിയാലും കുഴപ്പമില്ല. അങ്ങനെയല്ലേ? അമ്പിയാക്കന്മാർക്കൊക്കെ എത്രയൊക്കെ പരിഹാസങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് ഫേസ്ബുക്കും വാട്സപ്പും ഇല്ലാത്തതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ എന്തായിരിക്കും അമ്പിയാക്കന്മാർക്കൊക്കെ വരുന്ന തെറിവിളികൾ? അന്ന് അതൊന്നും ഇല്ലല്ലോ. ആളുകളുടെ നാവ് കൊണ്ട് പറയുന്ന വാക്കുകളേ ഉള്ളൂ. ഇന്ന് പോസ്റ്ററായിട്ടും അല്ലാതെയായിട്ടും പല നിലക്കും വീഡിയോകൾ എഡിറ്റ് ചെയ്തിട്ടും അങ്ങോട്ട് മേക്കിട്ട് കയറാൻ. അമ്പിയാക്കന്മാർക്ക് അതിലപ്പുറം അവർ സഹിച്ചു. അവർ ചെയ്തതോ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള പണി മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എതിർപ്പുകൾ ഉണ്ടായില്ലേ? അത് ഹക്കിന്റെ ഒരു രീതി, അതാണ് ഹിദായത്തിന്റെ ഒരു രീതി. അത് തന്നെയാണ്. എപ്പോഴും ദലാലത്തിന്റെ ശക്തികൾ ഹിദായത്തിനെ എതിർത്തുകൊണ്ടിരിക്കും. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അവിടെ പ്രശസ്തിയും കുഴപ്പമില്ല, നല്ലത് പറഞ്ഞാലും കുഴപ്പമില്ല, ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ല. ആ ഒരു മൈൻഡിലേക്ക് നമ്മുടെ ലെവൽ എത്തണം.